നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 145 അധ്യായം 25 വാക്യം. എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു, നീ അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന കണ്ണുകളെ നാം കണ്ടിട്ടില്ലേ? നമ്മളെ കാത്തിരിക്കുന്ന ഹൃദയങ്ങളെ നാം കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ആ ഹൃദയ തുടിപ്പുകളുടെ സ്പന്ദനം നമ്മുടെ ചെവികളിലേക്ക് എത്തിയിട്ടില്ലേ? അതെ, നമ്മളെ കാത്തിരിക്കാനും ചിലരുണ്ട്, നമുക്ക് വേണ്ടി കാത്തിരിക്കുവാനും ചിലരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കുന്ന ചിലരുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ കാത്തിരിപ്പിനും ഒരു മനോഹാരിതയുണ്ട്. ഈശോയെ നമ്മൾ കാത്തിരിക്കുന്നില്ലേ? ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയെ സ്വീകരിക്കാനുള്ള ഒരു കാത്തിരിപ്പല്ലേ? അങ്ങനെയെങ്കിൽ പാപം ചെയ്യുന്നതിൽ നിന്നും നമ്മുടെ എല്ലാം ആ മുഖംമൂടി മാറ്റി യഥാർത്ഥ മുഖമാകുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹമാകുന്ന, സന്തോഷമാകുന്ന ഈശോയുടെ തിരുമുഖം ധരിക്കുവാൻ നമുക്ക് പക്വതയാർജിക്കാം. അതിന് ഈ വചനം നമ്മെ സഹായിക്കട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് മനോഹരമായ കാത്തിരിപ്പുകൾ നൽകുവാൻ, നമ്മളെ കാത്തിരിക്കുന്നവർക്ക് വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനത്തിലൂടെ നമുക്ക് യാത്ര തിരിക്കാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരിടത്ത് ഒരു മനുഷ്യൻ, നീതിമാനാണെന്ന് സ്വയം കരുതുന്ന, മറ്റുള്ളവരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ. അതെ, അദ്ദേഹം ശാന്തനാണ്, സമചിത്തതയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവനാണ്, കരുണയോടെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ മുഖത്തോടെ എല്ലാവരെയും നോക്കുന്ന ദാനധർമ്മം ചെയ്യുന്ന ഒരു ഉത്തമനായ മനുഷ്യൻ. സമൂഹത്തിന്റെ മുൻപിൽ അയാൾ നല്ലൊരു മാതൃകയാണ്. എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണമെന്ന് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മാതൃക കാട്ടുന്ന മനുഷ്യൻ. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ്. യാചകനാകട്ടെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം അദ്ദേഹത്തോട് ചോദിക്കുന്നു. എന്നാൽ അദ്ദേഹമാകട്ടെ യാചകനെ സ്വന്തം ഭവനത്തിലേക്ക് കയറ്റിയിരുത്തി ഭക്ഷണം നൽകുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും സമ്പത്തും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പണവും നൽകുന്നുണ്ട്. അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ യാചകനെ അവിടെ നിന്നും യാത്രയാക്കുന്നു. ഈ യാചകന് മനസ്സിലായി, ഇദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എനിക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഉദരം പട്ടിണി അനുഭവിക്കുകയില്ല എന്നൊരു തിരിച്ചറിവിൽ രണ്ടാമത്തെ ദിവസവും ആ യാചകൻ ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ട്. രണ്ടാമത്തെ ദിവസവും ഈ നീതിമാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത് നൽകുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുകയാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് ഈ ഒരു യാചകന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുവാൻ ഈ നീതിമാൻ സാധിച്ചിട്ടുണ്ടാകുമോ? ആ ഒരു കഥയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ഇന്നത്തെ ഒന്നാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുനി. സുനി, എവിടെ നിന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രം മാറനല്ലൂരിൽ നിന്ന്. ട്രിവാൻഡ്രം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡും ഞാനും പിന്നെ എന്റെ അമ്മയും. ഓക്കെ. സുനി ചേച്ചി വർക്ക് ചെയ്യുവാണോ? ഇല്ല. ഓക്കെ, ഹൗസ് വൈഫ് ആണല്ലേ? അതെ. ഓക്കെ, സന്തോഷം. അപ്പൊ അറിയാലോ ചേച്ചി, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് കയറിയാലോ? ഓക്കെ ചേച്ചി, അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്: പുതിയ ആകാശവും പുതിയ ഭൂമിയും യഹോവ സൃഷ്ടിക്കുമ്പോൾ മുമ്പിലത്തെ കാര്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? ആരും അതിനെ ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ അത് വരികയില്ല. സോ സിമ്പിൾ അല്ലേ? ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ആരും ഓർക്കുകയും ഇല്ല, ആരുടെയും മനസ്സിൽ വരികയും ഇല്ല. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ ഉല്ലാസപ്രദമായും ആനന്ദപ്രദമായും സൃഷ്ടിച്ചത് എന്താണ്? യെരൂശലേമിനെയും അതിലെ നിവാസികളെയും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: യെരൂശലേമിനെയും അതിലെ ജനത്തെയും. ഓക്കെ, അത് നിവാസികൾ എന്ന് പറഞ്ഞത് ബൈബിള് മാറുമ്പോഴുള്ളതാണ്. തെറ്റല്ല, ശരിയാണ്. അപ്പൊ ചേച്ചി 2 ചോദ്യങ്ങൾക്ക് നമ്മൾ ശരിയുത്തരം ഓൾറെഡി നൽകി കഴിഞ്ഞു. അപ്പൊ ഇനി ചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്? പാട്ട് പാടുവാണോ? വചനം പങ്കുവയ്ക്കുക? എന്താ ചെയ്യുന്നത്? എന്താണ് വചനം? ഒരു വചനം പറയുവാണോ അതോ ഒരു പാട്ട് പാടുവാണോ? എന്താ ചെയ്യുന്നേ? പാട്ട് പാടാം. പാടിക്കോളൂ. ആയിലെ
എന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഓക്കെ. ഓക്കെ, ആരാധനയ്ക്കൊക്കെ പാടുന്ന ഗാനമല്ലേ? അപ്പൊ ഈ പാട്ട് ഇതുപോലെ ഈ ദിവ്യകാരുണ്യ ആരാധന ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. നല്ല പാട്ടാ. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും താങ്ക് യു പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് പാടിയതില്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവ യെരൂശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും തന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യുമ്പോൾ എന്നേക്കുമായി ഇല്ലാതാകുന്നത് എന്തായിരുന്നു? വിലാപവും നിലവിളിയുടെ ശബ്ദവും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വിലാപസ്വരവും നിലവിളിയുടെ ശബ്ദവും. അപ്പോ 3 ചോദ്യങ്ങൾ ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ ചോദ്യം ചോദിച്ച് നമുക്ക് നിർത്താം. ഇതാണ് ചോദ്യം: ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും എവിടെ ഉണ്ടാവുകയില്ല? പുതിയ യെരൂശലേമില്. അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരമാണ്. അപ്പോ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പുതിയ യെരൂശലേമിൽ, ജെറുസലേമിൽ. അപ്പൊ 4 ചോദ്യങ്ങളും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. സന്തോഷമൊക്കെ തോന്നില്ലേ? സന്തോഷം. ആ സന്തോഷം ആയെങ്കിൽ ഇനിയും വചനസമീക്ഷയിലേക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, അപ്പൊ ഇനിയും വിളിച്ചതിന് താങ്ക് യു. എല്ലാ പ്രാർത്ഥനാശംസകളും. ഓക്കെ ചേച്ചി. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനിയാണ്, ചെറിയ കുന്നിൽ. ചെറിയ കുന്നിൽ നിന്ന് ഷൈനി ചേച്ചി. ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? മോനും ഹസ്ബൻഡും. ഓക്കെ, ചേച്ചി വർക്ക് ചെയ്യുവാണോ? ഇല്ല ഇല്ല, ഹൗസ് വൈഫാണ്. അപ്പൊ ഒരു കുഞ്ഞു കുടുംബം അല്ലേ, 3 പേരുള്ള? അതെ അതെ. നൈസ്. ചേച്ചി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്കിപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? ചോദ്യം ഇതാണ്: യഹോവ എപ്പോൾ ഉത്തരമരുളുകയും കേൾക്കുകയും ചെയ്യുമെന്നാണ് വാഗ്ദാനം ചെയ്തത്? അവർ വിളിക്കുന്നതിന് മുമ്പേ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേൾക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത്. ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവർ വിളിക്കുന്നതിന് മുൻപേ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: യഹോവയുടെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ആരും ഇനിയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് എന്താണ്? ദോഷവും നാശവും ചെയ്യുകയില്ല. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഒരു വചനം പങ്കുവെക്കുവാണോ അതൊരു പാട്ട് പാടോ? എന്താ ചെയ്യുന്നേ? മോനെ കൊണ്ട് പാടി. മോനെ കൊണ്ട്. മോന്റെ പേരെങ്ങനാ? ഏബൽ പ്രിൻസ്. ഏബൽ. ഓക്കെ, മോനെ കൊണ്ട് പാടിപ്പിച്ചോളൂ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലിടും ഞാൻ. മോന്റെ ചേച്ചി, മോൻ എന്ത് പഠിക്കുവാ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ പഠിക്കുവാന്നോ? നന്നായിട്ട് പാടി കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇനി ഒരുപാട് എടുത്ത് പാടാൻ പറ്റട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം ചേച്ചി. ചേച്ചി ഹലോ, സന്തോഷായില്ലേ വചന സമീക്ഷയിലൂടെ മോനെ കൊണ്ട് പാടിപ്പിച്ചപ്പോ? ഓക്കെ ചേച്ചി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
അപ്പൊ ചോദ്യം ഇതാണ് വിരുദ്ധമായ എന്തു കാര്യങ്ങളാണ് പ്രകൃതിയിൽ നടക്കുന്നത്? ചെന്നായും കുഞ്ഞാടും ഒരുമിച്ചുകയും ഉം, സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും ഉം. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ശരി ഉത്തരം. താങ്ക് യു. ഇങ്ങനെയാണ് ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് കയറുവാണേ. ഓക്കെ ഓക്കെ. ചോദ്യം: യഹോവയുടെ സിംഹാസനവും അവന്റെ പാദപീഠവും ഏതാണ്? സ്വർഗം യഹോവയുടെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം സ്വർഗവും ഭൂമിയും. ഇപ്പോ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഇതേ സന്തോഷത്തോടു കൂടി ഇങ്ങനെ തന്നെ ബൈബിളൊക്കെ പഠിച്ച് വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. മോനോട് അന്വേഷണം പറയണേ. പറയാം. ആ ചേച്ചി, ഓക്കെ, താങ്ക് യു. ഷൈനി ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആ കുഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കോള് കൂടിയായിരുന്നു. അപ്പോൾ ചേച്ചിക്കും കുഞ്ഞിനും ചേട്ടനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നല്ല രീതിയിൽ ഈശോയുടെ നാമം അറിഞ്ഞ് ആ കുഞ്ഞ് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ഒരു ധനികനായ അല്ലെങ്കിൽ ആ നീതിമാനായിട്ടുള്ള മനുഷ്യനൊരു സ്വപ്നം കാണുകയാണ്. അയാൾ ഒരു ദിവസം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ഗോവണി കാണുകയാണ്. ഈ ഭൂമിയിൽ നിന്നും ആ ഗോവണിയിലൂടെ അയാൾ മുകളിലേക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനി സ്വർഗത്തിലേക്ക് എത്താൻ 2-3 പടികൾ മാത്രം അവശേഷിക്കുമ്പോൾ ഈശോയെ കണ്ണുകളുയർത്തി നോക്കുമ്പോൾ ഈശോയെ കാണുന്നുമുണ്ട്. ഏതാനും ചില പടികൾ മാത്രം അവശേഷിക്കുമ്പോൾ പെട്ടെന്ന് ഈശോ കണ്ണിന്റെ മുന്നിൽ നിന്നും മറഞ്ഞു പോവുകയാണ്. ആ രൂപം അയാളുടെ കൺമുൻപിൽ നിന്നും മാഞ്ഞു പോവുകയാണ്. അതോടൊപ്പം തന്നെ അയാൾ ആ പടിക്കെട്ടുകളിൽ നിന്നും ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴുന്നുമുണ്ട്. ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പതിക്കുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും അയാൾ ഞെട്ടി ഉണരുകയാണ്. പക്ഷെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? ഞാനൊരു നീതിമാനല്ലേ? പ്രമാണങ്ങൾ അനുസരിക്കുന്ന, വചനം പാലിക്കുന്ന, നീതിയും ധർമ്മവും പാലിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരു മനുഷ്യനല്ലേ? നല്ല സമരിയക്കാരനെ പോലെ ആകുവാൻ എന്നോളം ഞാൻ പരിശ്രമിക്കുന്നില്ലേ? പിന്നെയും എന്തുകൊണ്ടാ സ്വർഗത്തിലേക്ക് എത്തുവാൻ എനിക്ക് അർഹതയില്ലെന്ന ഒരു ദർശനം എനിക്ക് ഈശോ കാണിച്ചു നൽകിയത്? അയാൾ സ്വയം ചിന്തിക്കുകയാണ്. അതിനുശേഷം ഇത് ഒരു വൈദികനുമായിട്ട് ഈ ഒരു ദർശനത്തെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഈ വൈദികൻ നൽകിയ ഉത്തരം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു. അതായത് ഒരിക്കലും നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രം സ്വർഗത്തിലെത്തുകയില്ല. പിന്നെയോ ഈശോയുടെ കരുണ കൂടി നമുക്കുണ്ടെങ്കിലേ ആ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള വിളി നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്നും വലിയൊരു തിരിച്ചറിവ് ഈ ഒരു നീതിമാന് ഉണ്ടാവുകയാണ്. അയാൾ ആ ഒരു മാറ്റവും തൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നീട് അയാൾ എങ്ങനെയായിരിക്കും ജീവിച്ചത്, അല്ലെങ്കിൽ എന്തായിരിക്കും അയാളുടെ മനസ്സിലുണ്ടായ ആ ഒരു മാറ്റം, ആ ഒരു കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ അന്നയാണ്. അന്ന എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ആയൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആയൂര്. അന്ന പഠിക്കുവാണോ? ആ, എന്ത് പഠിക്കുവാ മോനെ? ഞാൻ ഇപ്പൊ +2 കഴിഞ്ഞ് നിൽക്കുക. +2 കഴിഞ്ഞ് നിൽക്കുവാണ്. കുഞ്ഞല്ലേ? ആ. വീട്ടിലാരൊക്കെ ഉണ്ട് അന്നയുടെ? വീട്ടില് പപ്പ, ചേച്ചി, അമ്മ, അമ്മച്ചി. അപ്പൊ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നോ? ആ, ഇരിക്കുന്നേ. എല്ലാരോടും ഓക്കെ. അപ്പം എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് കയറിയാലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വീടുകൾ പണിത് അവയിൽ പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യുന്നത് ആരാണ്? യഹോവയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. ഉത്തരം യഹോവയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇനി രണ്ടാമത്തെ ചോദ്യം: യഹോവയുടെ ജനത്തിന്റെ ആയുസ് എത്രയായിരുന്നു? വൃക്ഷത്തിന്റെ ആയുസ് പോലെ. സംഖ്യയൊന്നും അല്ലല്ലേ, വൃക്ഷത്തിന്റെ ആയുസ് പോലെ എന്ന് കൃത്യമായിട്ടുണ്ടല്ലേ? ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം വൃക്ഷത്തിന്റെ ആയുസ് പോലെ. അപ്പോ അന്ന 2 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് ഒരു പാട്ട് പാടുന്നോ വചനം പറയുന്നോ എന്താ ചെയ്യുന്നേ? വചനം പറയാം. വചനം പറഞ്ഞോളൂ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ലൂക്ക 6:36.
അന്ന ആരോടെങ്കിലും ഒക്കെ ഇങ്ങനെ കരുണ കാണിച്ചിട്ടുണ്ടോ? പ്രായമുള്ള ആൾക്കാരോടും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കാണിച്ചിട്ടുണ്ട്. ഉണ്ട്. ഇഷ്ടമാണോ കരുണ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാ. Okay. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. ഈശോ പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് മുന്നോട്ട് പോവാ. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോകാം. ഓക്കെ. ചോദ്യം: അവരുടെ അധ്വാനം പുതിയ ഭൂമിയിൽ വ്യത്യാസമായിരിക്കുന്നത് എങ്ങനെയാണ്? അവർ വെത അധ്വാനിക്കുകയില്ല. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. അന്നയ്ക്ക് സംശയമില്ലെങ്കിൽ എനിക്ക് പണ്ടേ സംശയമില്ല. ഉത്തരം ശരിയാണ്. ഇങ്ങനെയാണ്, അവർ വ്യഥ അധ്വാനിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് ഒന്ന് മൂവ് ചെയ്താലോ? ചോദ്യം: എന്തുകൊണ്ടാണ് അവരുടെ അധ്വാനം പുതിയ ഭൂമിയിൽ വ്യത്യാസമായിരിക്കുന്നത്? അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയാണല്ലോ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു കേട്ടോ മിടുക്കി കുട്ടി. താങ്ക് യു. ഉത്തരം അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതി ആണല്ലോ. അപ്പോ ഇനിയും വിളിക്കുക വചന സമീക്ഷയിലേക്ക്. എളുപ്പമായിട്ട് തോന്നിയില്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം? വിളിക്കാനും ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നില്ലേ? അപ്പൊ ഇനിയും വിളിക്കാം മോളെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. ആയൂരിൽ നിന്നുള്ള അന്നയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ഒരു കൊച്ചു കുഞ്ഞാണ്, +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അവളുടെ പഠന മേഖലയിലൊക്കെ നല്ല ശോഭനമായിട്ടുള്ള ഭാവി ഈശോ നൽകട്ടെ. നമ്മുടെ കഥയുടെ അന്ത്യത്തിലേക്ക്, നമ്മുടെ അധ്യായത്തിന്റെ അന്ത്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ഒരു മനുഷ്യൻ, നീതിമാനായിട്ടുള്ള മനുഷ്യന് വൈദികനിൽ നിന്നും ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എത്ര നന്മയുള്ളതായാലും ഒരിക്കലും നമ്മൾ അഹങ്കരിക്കേണ്ടത് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിക്കേണ്ടത് ഈ നന്മ പ്രവൃത്തികളിലല്ല, പിന്നെയോ സൃഷ്ടാവായ ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ, പുത്രനായ ക്രിസ്തുവിന്റെ ആ ഒരു അനുഗ്രഹം, കരുണ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തും. നമ്മളെല്ലാവരും പറയാറുണ്ടല്ലേ, ഞാൻ ആ നന്മ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പാപം ചെയ്യുന്നില്ല, ഞാൻ എന്തായാലും സ്വർഗത്തിലേക്ക് ആയിരിക്കും, എൻ്റെ സാധ്യത അല്ലെങ്കിൽ എൻ്റെ നിത്യ ജീവൻ സ്വർഗത്തിലായിരിക്കും എന്നുള്ള ഒരു കാര്യം പലപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഈശോയെ, നിന്റെ കരുണ, നിന്റെ തിരുരക്തം കൊണ്ട്, നിന്റെ കരുണ കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ആ കരുണയിലൂടെ നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ, ഞാനെന്ന ഭാവത്തിൽ നന്മ പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുവാനല്ല, പിന്നെയോ നിന്റെ കരുണയിലൂടെ നന്മ പ്രവൃത്തികൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുവാൻ, സ്വർഗരാജ്യം പ്രാപ്തമാക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.